നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം. പോലീസിനെ കണ്ട് ഭയന്ന് MDMA പൊതിയോടുകൂടി വിഴുങ്ങിയ യുവാവ് മരിച്ചു. 130 ഗ്രാം MDMA അടങ്ങിയ പാക്കറ്റാണ് ഇയാൾ വിഴുങ്ങിയത്. കോഴിക്കോട് മൈക്കാവ് സ്വദേശിയായ ഈയടൻ ഷാനിദാണ് മരിച്ചത്. പോലീസിന്റെ പിടിയിലായതിനു ശേഷം ഇയാൾ തന്നെയാണ് MDMA വിഴുങ്ങിയ കാര്യം പോലീസിനോട് വെളിപ്പെടുത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഇയാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. പക്ഷേ ചികിത്സയ്ക്കിടെ ഇയാൾ മരിക്കുകയായിരുന്നു. CT സ്കാൻ, എൻഡോസ്കോപ്പി പരിശോധനയിലാണ് ഷാനിദിന്റെ വയറിനുള്ളിൽ നിന്ന് 2 ചെറിയ പ്ലാസ്റ്റിക് പൊതികൾ കണ്ടെടുക്കുന്നത്. ഈ പൊതികളിൽ നിന്നും വെളുത്ത തരി പോലുള്ള വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഷാനുവിനെ പരിചയമില്ലെന്നാണ് അയൽക്കാർ പറയുന്നത്. അമ്പായത്തോട് പാറമൽ പള്ളിക്ക് സമീപമുള്ള പിതാവിന്റെ വീട്ടിലായിരുന്നു ഇയാൾ താമസിച്ചു വന്നിരുന്നത്. ഇവിടെ താമസിച്ചിരുന്ന ഇയാളുടെ മുത്തശ്ശിക്ക് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി സംശയം ഉണ്ടായിരുന്നു എന്നും വെളിപ്പെടുത്തി. മിക്കവാറും ഇയാൾ വീട്ടിലെത്തുന്നത് വൈകിയാണ്. വൈകി വരുന്നത് കാരണം മുത്തശ്ശി ഇയാളെ ശകാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനൊന്നും ഇയാൾ തിരിച്ച് പ്രതികരിക്കില്ലായിരുന്നു. വീട്ടിൽ ഇതുവരെ ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നത് കണ്ടില്ലെന്നും മുത്തശ്ശി പറഞ്ഞിരുന്നു. അതേസമയം ഇയാൾ 2 വർഷത്തിൽ അധികമായി ലഹരി ഉപയോഗിക്കാറുണ്ടെന്നാണ് നാട്ടുകാരിൽ ചിലർ അഭിപ്രായപ്പെടുന്നത്. ഇയാൾ അയൽക്കാരുമായി വലിയ സൗഹൃദമൊന്നും പുലർത്താറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ വലുതായി ആർക്കും അറിയാനും സാധ്യതയില്ല. ഇടയ്ക്ക് വീട്ടിൽ വന്ന് പോകുന്നത് മാത്രമാണ് അവർ കണ്ടിരുന്നത്. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ സംശയം നാട്ടുകാർക്ക് തോന്നുകയും അവർ ഈ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഷാനിദ് സിന്തറ്റിക് ലഹരിയുടെ ഇരയാണെന്നും ഇവർ പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് പോലീസും എക്സൈസും കാര്യക്ഷമമായി ഇടപെടണമെന്നും നാട്ടുകാർ പറഞ്ഞിരുന്നതാണ്. MDMAക്ക് പിന്നിൽ ഷാനിദ് മാത്രമല്ല, ഒരു വൻ നിരയാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെയാണ് ഷാനിദിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇന്നാണ് മരണം സംഭവിക്കുന്നത്.